നമസ്കാരം. ബഹിരാകാശ ഗവേഷണ രംഗത്ത് ചരിത്ര നേട്ടം സ്വന്തമാക്കി യുഎസിന്റെ ഒഡീസിയസ്. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകം എന്ന ചരിത്ര നേട്ടമാണ് ഈ പേടകം സ്വന്തമാക്കിയത്. ടെക്സസിലെ ഹൂസ്റ്റൺ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇൻഡ്യൂറ്റീവ് മെഷീൻസ് കമ്പനി നിർമ്മിച്ച നോവ സി ലാൻഡറാണ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയത്. വ്യാഴാഴ്ച പ്രാദേശിക സമയം വൈകിട്ട് 6:23 പേടകം സുരക്ഷിതമായി ലാൻഡ് ചെയ്തത്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ഇറങ്ങി 6 മാസം പിന്നിടുമ്പോഴാണ് ഒഡീസിയസിന്റെ നേട്ടം. മനുഷ്യനെ അരനൂറ്റാണ്ടിനു ശേഷം വീണ്ടും ചന്ദ്രനിൽ എത്തിക്കാനുള്ള നാസയുടെ ആർടെമിസ് ദൗത്യത്തിനുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായാണ് ഒഡീസിയസിന്റെ വിക്ഷേപണം. ഈ വിക്ഷേപണത്തോടെ മനുഷ്യ ദൗത്യങ്ങൾക്ക് പുതുവേഗമാകും. അരനൂറ്റാണ്ടിന് ശേഷം US ചന്ദ്രനിൽ മടങ്ങിയെത്തിയെന്ന് നാസ അഡ്മിനിസ്ട്രേറ്റർ ബിൽ നെൽസൺ പറഞ്ഞു. 1972 നാസ വിക്ഷേപിച്ച അപ്പോളോ 17 അവസാനമായി ചന്ദ്രനിൽ ഇറങ്ങിയ US പേടകം. സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റ് ഉപയോഗിച്ച് ഈ മാസം 15 ഒഡീസിയസ് വിക്ഷേപിച്ചത്. 14 അടിയാണ് നോവ സി ലാൻഡറിന്റെ ഉയരം. ഒഡീസിയസ് എന്നത് ലാൻഡറിന്റെ വിളിപ്പേരാണ്. 6 ദിവസം കൊണ്ട് ഏകദേശം 10 ലക്ഷം കിലോമീറ്ററിനടുത്ത് സഞ്ചരിച്ചാണ് ദൗത്യം ചന്ദ്രനിൽ എത്തിയത്. ചന്ദ്രനിൽ ഇറങ്ങുന്നതിന് മുന്നോടിയായി ഭ്രമണപഥത്തിൽ മാറ്റം വരുത്തിയതിനെ തുടർന്ന് ലാൻഡിംഗിൽ ചില വെല്ലുവിളികൾ നേരിട്ടിരുന്നു. ലാൻഡ് ചെയ്യുന്നതിന് തൊട്ടു മുമ്പായി പ്രദേശം നിരീക്ഷിക്കുന്നതിനുള്ള ലേസർ ഉപകരണങ്ങളിലും സാങ്കേതിക തകരാറുണ്ടായി. പിന്നീട് കൺട്രോൾ റൂമും പേടകവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. 2 മണിക്കൂർ എടുത്ത് ബന്ധം പുനഃസ്ഥാപിച്ചതിന് ശേഷമാണ് പേടകം ലാൻഡ് ചെയ്തത് എന്ന വിവരം ലഭിക്കുന്നത്. വിവരശേഖരണത്തിനായി നാസയുടെ 6 ശാസ്ത്രോപകരണങ്ങൾ ഒഡീസിയസ് ചന്ദ്രനിൽ എത്തിച്ചു. ആർടെമിസ് പേടകത്തിന്റെ ഗതി നിർണയത്തിനും ആശയവിനിമയത്തിനും ഉപയോഗിക്കാവുന്ന റെട്രോ റിഫ്ലക്ടറും കൂട്ടത്തിലുണ്ട്. ചന്ദ്രോപരിതലത്തിലെ കാലാവസ്ഥ, അന്തരീക്ഷം എന്നിവയെ സംബന്ധിച്ച വിവരങ്ങളും ഒഡീസിയസ് ശേഖരിക്കും. സ്വകാര്യ മേഖലയിൽ നിന്നുള്ള 4ാമത്തെ ചാന്ദ്ര ദൗത്യമാണ് ഒഡീസിയസ്. നാസയുടെ കൊമേഴ്ഷ്യൽ ലൂണാർ പേലോഡ് സർവീസസ് പരിപാടിയുടെ ഭാഗമായാണ് ഇൻഡ്യൂറ്റീവ് മെഷീൻസ് ദൗത്യത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇതിനു മുമ്പ് യുഎസിലെ ആസ്ട്രോബോട്ടിക് ടെക്നോളജീസ് എന്ന സ്വകാര്യ കമ്പനി വിക്ഷേപിച്ച പെരഗ്രിൻ പേടകം സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് പരാജയപ്പെട്ടിരുന്നു. പരാജയപ്പെട്ട ആദ്യ 2 ദൗത്യങ്ങൾ ഇസ്രായേൽ, ജപ്പാൻ കമ്പനികളുടേതായിരുന്നു. കഴിഞ്ഞ മാസം 8 മറ്റൊരു US കമ്പനിയായ ആസ്ട്രോബോട്ടിക്കിന്റെ പെരഗ്രിൻ ദൗത്യവും വിക്ഷേപണത്തിന് ശേഷമുള്ള സാങ്കേതിക പ്രശ്നങ്ങളാൽ പരാജയപ്പെടുകയായിരുന്നു. നാസയുടെ അപ്പോളോ 17 ഇതിനു മുൻപ് ചന്ദ്രനിലെത്തിയ US ദൗത്യം.